ഇന്ന് കേരളം മുഴുവൻ കേട്ട ഒരു വാർത്ത മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തി എന്നതാണ്. പുതിയ മുഖ്യമന്ത്രി വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിക്ക് പാര വെച്ചതാണെന്നൊക്കെ ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട്. എന്നാൽ റെയ്ഡിനെ കുറിച്ച് കേരള പോലീസിന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ ചെന്നിത്തല വ്യക്തമാക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ സഹായം അവർ തേടിയിട്ടില്ലെന്നും കേന്ദ്ര ഏജൻസികളാണ് റെയ്ഡ് നടത്തത് എന്നാണ് ഇപ്പോൾ ചെന്നിത്തല പറയുന്നത്. റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികളോടാണ് ചോദിക്കേണ്ടതെന്നും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഒരു അറിവുമില്ല എന്ന് വ്യക്തമാക്കി തന്നെ പറയുകയാണ്. ഈ ഒരു സമയത്ത് ഇന്നലെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതും അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ തന്നെ റെയ്ഡ് നടന്നതുമൊക്കെ പലരും കൂട്ടി വായിക്കുകയാണ്. എന്നാൽ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിനീഷ് കോടിയേരി. ഫേസ്ബുക്കിലൂടെയാണ് തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇന്ന് രാവിലെ റെയ്ഡ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബിനീഷ് കോടിയേരിയുടെ ഇങ്ങനൊരു പോസ്റ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ന് സഖാവ് പിണറായിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തി എന്ന് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്നും മടിയിൽ കനമില്ലാത്ത സഖാവ് പിണറായി വിജയനെ മരണം വരെ CPM ആയിരിക്കുമെന്നും വല്ല കോൺഗ്രസ്സുകാരന്റെയും വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയാൽ ഇഡി പോരുന്ന വഴി BJPക്ക് ഒരു നേതാവിനെങ്കിലും കിട്ടുമെന്നാണ് ബിനീഷ് പരിഹാസ രൂപേണ പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.